പഴകിയ ബ്രെഡുകളൊക്കെ വിതരണം ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ഇക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ ഇടപെടുകയാണ്. സന്നദ്ധ പ്രവർത്തകർക്ക് പലർക്കും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർക്ക് ഭക്ഷണം കിട്ടിയില്ല. കിട്ടിയ ഭക്ഷണം ചിലതൊക്കെ എക്സ്പയറി ഡേറ്റ് ആയതായിരുന്നു എന്നതൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പൂർണ്ണമായും അങ്ങനെയാണ് ആകണമെന്നില്ല. രാവിലെ സർക്കാർ വളണ്ടിയർമാർ, ചിലർ റവന്യൂ ജീവനക്കാർ എന്നും പറഞ്ഞു, വിതരണം ചെയ്ത ബ്രെഡുകൾ, റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു. ഞാൻ രാവിലെ ഗവൺമെൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ് ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ സംഘാടക, ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല. ചെയ്യാത്ത ബ്രെഡ് എങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള റസ്കുമൊക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ വിതരണം ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുള്ള. ആവശ്യത്തിന് വെള്ളം നമ്മുടെ കയ്യിലുണ്ട്, ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്, ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല. അകത്തുള്ളവരെക്കാൾ 1400-ലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്യും.